ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം ആളൂട്ടിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നമുക്ക് ഇന്നത്തെ പണിയിലേക്ക് കിടക്കാം. രാവിലെ തന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇങ്ങനെ കുറച്ച് നേരം പുറത്തേക്കൊന്ന് നോക്കിയിരിക്കുക എന്നുള്ള കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു തെളിമ വരും. നാട്ടിലൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഉറക്കവും പോവും, നല്ല ഉഷാറാവൂലേ. ഇവിടെ അങ്ങനെ പറ്റില്ല കേട്ടോ. ഇവിടെ പുറത്തേക്ക് ജനൽ വഴി ഒന്ന് നോക്കിയേക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് എനിക്കൊന്ന് മനസ്സിന് നമുക്കൊരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂമുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കി വെക്കുക എന്നുള്ള കേട്ടോ. മാളുവിനെ വിടാനായിട്ട് രാവിലെ തന്നെ അടുക്കളയിൽ കയറും കേട്ടോ. മാളു രാവിലെ പോവും. മാളുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോകാറ്. അപ്പോൾ ഇന്നിപ്പം മാളുവിന് രാവിലെ ബ്രെഡ് മതി എന്ന് പറഞ്ഞ് ബ്രെഡാണ് കേട്ടോ. ആൾക്ക് ഏറ്റവും ഇഷ്ടം ബ്രെഡാണ്. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രെഡായിട്ട് ഉണ്ടാക്കി കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റൂ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല വേവാട്ടോ ഈ ഗ്രീൻ പീസിന്. അത് കാരണം ഇനിയിപ്പോൾ പച്ചക്കറിയുടെ കൂട്ടത്തിൽ ഒന്നുകൂടെ വേവിക്കുമ്പോൾ കറക്റ്റ് വേവായിക്കോളും. പിന്നെ പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ, കാഷ്യൂ. ഇനിയിപ്പോൾ വെന്ത് കഴിയുമ്പോൾ ഈ ഏലയ്ക്ക്, ഗ്രാമ്പു, പട്ടയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഈ ചട്ടി എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. ഇന്ന് ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ഗ്രാമ്പു, ഏലയ്ക്കും പട്ടയൊക്കെ ഇട്ട് ഒന്ന് കാഷ്യും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ ഇട്ട് വേവിച്ചു. ഇനി അത് നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേനും തേങ്ങാപ്പാൽ ഒഴിച്ച് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ കറി വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ ഇന്നിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പം. ചില ദിവസം പൊങ്ങില്ല കേട്ടോ. ഞാൻ അപ്പത്തിൻ്റെ കാര്യത്തിൽ മിക്കപ്പോഴും ഫ്ലോപ്പ് ആവാറുണ്ട്. ഇന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പച്ചക്കറി നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റൂ റെഡിയായി, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബാലൻസുള്ള മാവും കൂടെ ഒഴിച്ച് അപ്പം ചുട്ടാൽ മതി. കറിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് അപ്പാട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ റെഡിയായി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകുമ്പോഴത്തേനും അനീഷേട്ടൻ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് മാളും ഇല്ല. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞൊരു അനീഷേട്ടൻ പോവുകയാണ് കേട്ടോ. 8 മണിയാകുമ്പോഴത്തേനും അനീഷേട്ടൻ പോകും. പിന്നെ അനീഷേട്ടൻ പോയി കഴിയുമ്പോൾ എന്തെങ്കിലും ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അടുത്തത് ലഞ്ചിൻ്റെ പരിപാടി നോക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കഴിച്ച പാത്രം, ഉണ്ടാക്കിയ പാത്രമൊന്നും കഴുകാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേനും അനീഷേട്ടൻ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പാത്രമൊക്കെ അതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കഴുകിയത്. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വെന്തിട്ടുണ്ട്. കഞ്ഞി നമ്മളിത് ഇങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ. ഇന്ന് കഞ്ഞിയും പയറുമാണ്, രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കണേ. കറി വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ കഞ്ഞിയും പയറുമായിട്ടാട്ടോ വെക്കാറിന്. അപ്പോൾ അത് എല്ലാവരും കഴിക്കും. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്ടങ്ങളുള്ള സൈഡ് കറിയും കൊണ്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇന്ന് ചെറുപയർ കഞ്ഞിയും കൂടിയാണ്. അപ്പോൾ ചോറ് ആദ്യം ഞാൻ വെച്ച് വയ്ക്കും. അപ്പോൾ കഞ്ഞിവെള്ളം ഊറ്റി കളയാലോ, അല്ലെങ്കിൽ രണ്ടും കൂടി ആകുമ്പോൾ ഫാറ്റാവും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സവാള പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ആദ്യം ചെറുപയറും കൂടെ വേവിച്ചു സെപ്പറേറ്റ് ആയിട്ട്, എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലോണം കുഴഞ്ഞ് കിട്ടും. ഇപ്പോൾ പയറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചോറിടാം. അപ്പോൾ ചോറും പയറും പാകത്തിന് വെന്തിരിക്കുകയാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും കുഴയണം കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു, എനിക്ക് വെന്താൽ മതിയായിരുന്നു. പക്ഷേ ഇവർക്ക് അച്ഛനും മോക്കും നല്ലോണം കുഴയണം. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂടി എനിക്കും കുഴയണം കേട്ടോ. വെന്തില്ലെങ്കിൽ എനിക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇച്ചിരി വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിന് പാകത്തിന് ഇച്ചിരി വെള്ളം കൂടെ വെച്ച് പയർ വെച്ച്. അപ്പോൾ പയറിന് വേകണ സമയത്ത് നമ്മുടെ ഈ അടുക്കളയുടെ അപ്പുറം ചെറിയൊരു ഭാഗം ഉണ്ടായിട്ട് തുണിയൊക്കെ അലക്കിയിടുന്നത്, അവിടെ പെട്ടെന്ന് പൊടി പിടിക്കും, പുറത്ത് ഗ്രില്ലുള്ളതുകൊണ്ട്. അപ്പോൾ തൂത്താലും തുടച്ചാലൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് കഴുകും, സോപ്പ് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെയൊന്ന് വൃത്തിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കഞ്ഞിയും പയറും വേഗം ഇച്ചിരി സമയം എടുക്കുമല്ലോ, 2 വിസിലടിച്ച് അതിൻ്റെ ആവിയും പോകണം. അപ്പോൾ ആ സമയത്ത് നോക്കിയത് ഞാനിവിടെ കഴുകിയിട്ടു കേട്ടോ. എനിക്ക് ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ അത് ആസ്വദിച്ച് ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ. കഞ്ഞിയും പയറും കൂടെ മിക്സാക്കി നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇനി ഇതിലേക്ക് ഇച്ചിരി കടുക് പൊട്ടിച്ച് ഒഴിക്കണം. പാത്രത്തിലേക്ക് പകർത്തി വെക്കാം.
പകർത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ച് കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇച്ചിരി വെളുത്തുള്ളിയും വേപ്പില, ചുവന്നുള്ളി, പിന്നെ വറ്റൽമുളക്, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാട്ടോ സെറ്റാക്കുന്നത്. അങ്ങനെ കഞ്ഞി റെഡിയായി കേട്ടോ. ഇനി മുട്ട പൊരിക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചമ്മന്തി, പപ്പടം. ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കഞ്ഞിയും പയറിൻ്റെ സൈഡായിട്ട് വെക്കുന്നത്. അപ്പോൾ മുട്ട ഞാൻ ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചമ്മന്തിക്കുള്ള റെഡിയാക്കി വെച്ചു. മുട്ടയുടെ പരിപാടി കഴിഞ്ഞു. ഇനി ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി പപ്പടവും കൂടെ വറക്കണം. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. കഞ്ഞി പയറും പിന്നെ മുട്ട, ചമ്മന്തി, പപ്പടം. ഇന്നത്തെ നമ്മുടെ ഉച്ചയുടെ ഇതാണ് കേട്ടോ. അപ്പോൾ ഊണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കേട്ടോ. പുറത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആ കഴുകിയിട്ട ഭാഗങ്ങളൊക്കെ ഉണങ്ങി. അപ്പോൾ ഞാൻ തുണി ആദ്യം അലക്കാനിടാമെന്ന് വിചാരിച്ച് തുണി അലക്കാനിട്ടു. പിന്നെ പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ആ പാത്രം കഴുകി വയ്ക്കണം. എല്ലാ പരിപാടിയും കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ പാത്രം കഴുകൽ പെൻഡിങ് ആവില്ല. അപ്പം ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്ത കാരണം പാത്രങ്ങൾ ഓരോന്നോരോന്നെ കഴുകില്ല. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ നമുക്ക് തൂത്ത് വരാനുണ്ട്. ഇന്നിപ്പോൾ തുടയ്ക്കണ്ട, ഇന്നലെ തുടച്ചിട്ടേക്കുന്നതാണ്. അത് കാരണം തുടയ്ക്കണ്ട കേട്ടോ. നമ്മൾ എത്ര തൂത്താലും ഇവിടെ നല്ല പൊടിയുണ്ട് കേട്ടോ. ഡെയിലി തൂത്താലും രാവിലെ തൂക്കുമ്പം ഒരാഴ്ച തൂത്തതെന്ന് തോന്നുന്നത്ര ഫീൽ ചെയ്യുന്നത്ര പൊടിയുണ്ട് കേട്ടോ. ഇന്നലെ തുടച്ചതും കൂടിയാണ്. എന്നിട്ട് ഇന്ന് നല്ല പൊടിയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്ന് മോർണിംഗിലുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ബ്ലൗസ് തയ്ക്കാൻ പഠിക്കുകയാണ് കേട്ടോ. പ്രിൻസസ് കട്ട് ബ്ലൗസാണ് തയ്ക്കുന്നത്. എനിക്ക് ഓണായിട്ട് സെറ്റും മുണ്ടിനൊരു ബ്ലൗസ് തയ്ക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതാണ് കേട്ടോ. ഈ ആനി ക്രിയേഷൻ എന്ന് പറഞ്ഞ ചാനലിലൂടെ ആട്ടോ ഞാൻ തയ്യൽ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ചാനലിൽ തന്നെയാട്ടോ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ 2 സബ്സ്ക്രൈബേഴ്സ് എന്നോട് അഡ്വൈസ് ചെയ്തിരുന്നു തലോണ വെച്ചിരുന്ന് തയ്ക്കണം. അപ്പോൾ അവരിങ്ങനെയാണോ തലോണ വെക്കാൻ ഉദ്ദേശിച്ചത് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞാൻ ഇങ്ങനെ വെച്ചു. എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടി. അപ്പോൾ എൻ്റെ 2 സബ്സ്ക്രൈബേഴ്സിന് വളരെ നന്ദി. എന്നോടുള്ള സ്നേഹവും കരുതലിനും ഒരുപാട് സ്നേഹം. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ബ്ലൗസ് തയ്ച്ച് തീരുന്നവരെ ഞാനിവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.